ഫൈനലി നമ്മുടെ OnePlus Nord CE2 ലൈറ്റ് എന്ന് പറയുന്ന ഡിവൈസ് ഇന്ത്യയിലേക്ക് പുറത്തിറക്കാൻ പോകുന്നത് ഒരുപാടധികം ലീക്സ് ആൻഡ് റൂമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ റിയൽമി V25 എന്ന് പറയുന്ന ചൈനയിൽ പുറത്തിറക്കിയ ഫോണിനെ ജസ്റ്റ് ഒന്ന് റീബ്രാൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് OnePlus. സോ അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് താങ്ക് യു ഡിജിറ്റൽ വേൾഡ് ഫോർ ഷെയറിംഗ് ദിസ് വീഡിയോ വിത്ത് അസ്. സോ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂയിലേക്ക് കടക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്ക് ടിപ്പിക്കലി എപ്പോഴും കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ചാർജറും കേബിളും ആണ് കിട്ടുന്നത്. സോ നമ്മുടെ ചാർജർ നോക്കുകയാണെങ്കിൽ 33 വാട്ട്സിൻ്റെ ഒരു ചാർജറും ഒരു USB Type-C കേബിളും ആണ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സും കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ലഭിക്കുന്നത്. നേരെ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക് ഡിസൈൻ ഒരു ഔറോറ ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നും സൺറൈസ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഔറോറ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. നല്ല രീതിയിൽ തന്നെ എനിക്ക് നമുക്കൊരു ഗ്ലോസി ഫിനിഷ് കിട്ടുന്ന ഒരു ഒരു ബാക്ക് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. താഴെയായിട്ട് റിയൽമിയുടെ ബ്രാൻഡിങ്ങും മുകളിലായിട്ട് നമുക്ക് ട്രിപ്പിൾ റിയർ ക്യാമറ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 195 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 8.5 mm തിക്നെസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ അതും നല്ല കാര്യം തന്നെയാണ്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്ന 3 ക്യാമറാസ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് 3 ക്യാമറാസ് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ റിയൽമി 9 സീരീസായിട്ട് ഒരുപാടധികം സാമ്യമുള്ളൊരു ക്യാമറ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ക്യാമറ ഡിസൈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സ്മാർട്ട് ഫോൺ ബഡ്ജറ്റിനും താഴെ വേണമെങ്കിൽ വരാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ OnePlus ഏറ്റവും അതായത് ഒരു 23 താഴെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ റെഡ്മി ആയിട്ട് കോമ്പറ്റീറ്റീവ് നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ഒരു 20-23 ആ ഒരു റേഞ്ചിന് മേ ബി ഇത് കൊണ്ടുവന്നേക്കാം. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മുടെ OnePlusൻ്റെ Note C2 കൊണ്ടുവന്നത്. Note C2 കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്നത്തെ IPS ഡിസ്പ്ലേ ആണുള്ളത് ആൻഡ് ഇതിൻ്റെ സ്പെക്സ് ഒന്നും അത്രയ്ക്ക് പോരാ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരാൻ പറ്റിയ ഒരു ഫോണാണ്. ഒരു 19, 20, 23 ആ ഒരു റേഞ്ചിന് വരാൻ പറ്റിയ ഒരു ഫോണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ എഡ്ജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ലീവായിട്ടുള്ള എഡ്ജസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബോക്സി ഫിനിഷ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അത്രയ്ക്ക് ബോക്സി അല്ല. ഇതിന് നമ്മുടെ റിയൽമി GT2 പ്രോയുടെ ഒരു സാമ്യമുണ്ട്. നമ്മുടെ റിയൽമി 9 സീരീസിൻ്റെയും GT2 പ്രോ സീരീസിൻ്റെയും ഒരു ക്യാമറ ഡിസൈൻ്റെ ഒരു സാമ്യം ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് മുകളിൽ നമുക്ക് 2 ഫ്ലാഷ്, മുകളിലും താഴെയായിട്ട് 2 ഫ്ലാഷ് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ആ ഒരു ഫ്ലാഷ് ലഭിക്കുന്നില്ല. താഴ്ഭാഗത്തായിട്ട് 3.5 mm ഓഡിയോ ജാക്ക് കൊടുക്കാനുള്ള ഒരു പോർട്ടും നമ്മുടെ Type-C പോർട്ടും സ്പീക്കർ ഗ്രില്ലും അതോടൊപ്പം നമ്മുടെ സെക്കൻഡറി മൈക്കും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ റിയൽമി സീരീസിലുള്ള പോലെ തന്നെയാണ് ഒരു പവർ ബട്ടൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഫിംഗർ പ്രിൻറ്റ് ലഭിക്കുന്നുണ്ട്. OnePlus ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു ഒരു അലർട്ട് സ്ലൈഡറും കൂടെ ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു സ്ലൈഡർ വെച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാം, സൈലൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. സോ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചസിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണെങ്കിലും വിഷമിക്കേണ്ട. 120 Hz റിഫ്രഷ് റേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു IPS ഡിസ്പ്ലേക്കകത്തും ഇത്രയും ഹൈ റിഫ്രഷ് റേറ്റ് കൊണ്ടുവന്നു. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. 400 PPIയുടെ ഡെൻസിറ്റിയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. ആൻഡ് സ്കോർസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത്. സോ ഇതിൻ്റെ ഗെയിമിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു നോർമൽ ഗെയിമിംഗ്, അതായത് നോർമൽ സെറ്റിംഗ്സിലിട്ട് കളിക്കാം. കാരണം ഇതിൻ്റെ അകത്ത് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ഒരു 6nm 5G പ്രോസറാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സോ GPU നോക്കുകയാണെങ്കിൽ Adreno 690 ഒരു GPU ആണ്. സോ അതുകൊണ്ട് തന്നെ ഹാർഡ് കോർ ഗെയിമിങ്ങിന് വേണ്ടി നോക്കേണ്ട ഒരു നോർമൽ ഗെയിമിംഗ് നോക്കുകയാണ്, ഒരു നോർമൽ OnePlus ഡിവൈസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ വേണ്ടി പോകാം. സോ ഇതിൻ്റെ Android 12 ആണ് ലഭിക്കുന്നത്. ഓക്സിജൻ OSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓക്സിജൻ OSൻ്റെ വെർഷനും ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. വിർച്വൽ റാമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ അത് നല്ല കാര്യം തന്നെയാണ്. ഇതിൻ്റെ മാക്സിമം സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നത് 12GB RAM 256GB സ്റ്റോറേജ് ആണ്. ഇങ്ങനെ ഒരു ഫോണിന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തതാണ് 12GB RAM 256GB ROM എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോണിൽ ഒരു 6GB RAM 128GB സ്റ്റോറേജും തന്നെ ധാരാളമാണ്. കാരണം ഇത് അത്രയ്ക്ക് മിഡ് റേഞ്ചിൽ വരാൻ പോകുന്ന ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് 5000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. ബോക്സിൻ്റെ അകത്ത് തന്നെ 33 വാട്ട്സിൻ്റെ ചാർജർ ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു നോർമൽ ചാർജിങ്, നോർമൽ അല്ല, കുറച്ചൊരു ഫാസ്റ്റ് ചാർജിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ റെഡ്മി Note 10 പ്രോ സീരീസിൽ കണ്ട ആ ഒരു ചാർജിങ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. OnePlus ആയതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിൽ വേണമെങ്കിൽ അവർ ചാർജറിൻ്റെ വാട്ട്സ് കുറച്ച് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറച്ച് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനടുത്ത ഫോട്ടോസൊക്കെ നല്ല ക്വാളിറ്റി ലഭിക്കുന്ന ഫോട്ടോസാണ്. കാരണം ഇതിൻ്റെ അകത്ത് ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 64 MP പ്രൈമറി വൈഡ് ക്യാമറയും അതോടൊപ്പം 2 MP മാക്രോയും
വിഡ്ത്തും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്തുമാണ് വരുന്നത്. ഇത്രയും 3 ക്യാമറ സെറ്റപ്പ്, അതായത് 64 മെഗാ പിക്സൽ റിയൽമിയുടെ പാരമ്പര്യമായിട്ടുള്ള ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്യാമറ ആയിട്ട് നമുക്ക് 1080p 30fps വരെ വീഡിയോസ് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെയാണ്. അതിൻ്റെ അകത്ത് 1080p ഈ പറഞ്ഞ സംഭവം തന്നെ ലഭിക്കുന്നത്. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് 4K ഇതിൻ്റെ അകത്ത് ലഭിക്കില്ല. സോ അതൊരു മൈനസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മേ ബി OnePlus ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റുള്ള സ്മാർട്ട് ഫോൺ പോലെയല്ല OnePlus, ഒരുപാടധികം എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഓവർ എക്സ്പെക്ട് ചെയ്യില്ല, കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ ഭയങ്കര ബഡ്ജറ്റാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് റിയൽമി എന്താ പറയുക ഒരു ബഡ്സും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി V25ൻ്റെ കൂടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബഡ്സ്. സോ ഇത് നമ്മുടെ റിയൽമി GT2 പ്രോയുമായിട്ടായിരിക്കും ഇന്ത്യയിൽ പുറത്തിറക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോണോട്ടായിരിക്കും ഈ ഒരു ബഡ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാം. മേ ബി പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ബഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും റിയൽമി ടീസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു ബഡ്സ് നമ്മുടെ ഈ ഒരു OnePlus വാങ്ങിക്കുമായിരിക്കും, റീബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരുമായിരിക്കും. എന്തായാലും അറിയില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക റീബ്രാൻഡഡ് വെർഷൻ സ്മാർട്ട് ഫോൺ എനിക്ക് മെയിനായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്ര സ്ലോ ആയി പോയത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനലിൻ്റെ ക്വാളിറ്റിയും കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഒന്ന് ഫയർ ഇമോജി ഇട്ടൊന്ന് സ്പാം ചെയ്യുക. സോ ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കുറച്ചുകൂടി ഉപകാരമാവും. സോ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ദിസ് ആദ്യം സൈനിങ് ഓഫ്. ബൈ.